ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് 267 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഡൽഹിയുടെ ഇന്നിംഗ്സ് 199 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 4 ഓവറിൽ 19 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ ടി നടരാജനാണ് ഡൽഹിയുടെ നടുപൊടിച്ചത്. ജേക്ക് ഫ്രേസർ മക്ഗർഗിന്റെ അതിവേഗ അർദ്ധ സെഞ്ചുറിയാണ് മറുപടി ബാറ്റിംഗിൽ ഡൽഹിയുടെ വലിയ തോൽവി ഒഴിവാക്കിയത്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഷഹബാസ് അഹമ്മദ് എന്നിവരുടെ പ്രകടനമാണ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ. രോഹിണി, ഇന്നലത്തെ മത്സരം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം, കൂറ്റൻ അടികൾ പിറന്ന ഒരു മത്സരം, തുടർച്ചയായി സൺറൈസേഴ്സ് 250 മുകളിൽ സ്കോർ ചെയ്ത ഒരു മത്സരം. എന്തായാലും വളരെ ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. ഒട്ടേറെ പ്രത്യേകതകൾ നമുക്ക് പറയാനുണ്ട്. ഇന്നലെ ക്രിക്കറ്റ് ചരിത്രത്തിൽ, T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയൊരു സ്കോർ പിറന്ന, പവർ പ്ലേയിൽ ഏറ്റവും വലിയൊരു സ്കോർ പിറന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ നടന്നത്. 125 റൺസാണ് ഇന്നലെ ആദ്യത്തെ 6 ഓവറിൽ, അതായത് പവർ പ്ലേയിൽ പിറന്നത് എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. ഇതിനൊപ്പം തന്നെ IPL ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. എന്തായാലും ഇന്നലെ ഒരു വലിയ വെടിക്കെട്ട് തന്നെയായിരുന്നു നടന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വലിയൊരു വെടിക്കെട്ട് തന്നെയാണ് ഇന്നലെ നടന്നത്. ഇനി നമുക്ക് മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ കൂറ്റൻ അടികൾ കൊണ്ട് തന്നെയാണ് അവർ ബാറ്റിംഗ് ആരംഭിച്ചത്. അവരുടെ ട്രാവിസ് ഹെഡിൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ 32 പന്തിൽ നിന്ന് 89 റൺസാണ് ട്രാവിസ് ഹെഡ് സ്വന്തമാക്കിയത്. ഇതിൽ തന്നെ 11 ബൗണ്ടറികളും 6 സിക്സറുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രകടനം തന്നെയാണ് സൺറൈസേഴ്സിന് അവർ വലിയൊരു സ്കോറിലേക്ക് പോകാൻ അടിത്തറ പാകിയത്. ഈ ട്രാവിസ് ഹെഡിൻ്റെ പ്രകടനം തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു വശത്ത് ബാറ്റർ തകർത്തടിക്കുമ്പോൾ മറുവശത്ത് സപ്പോർട്ട് കൊടുത്ത് ഒരു താരം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ, ഇന്നലെ മറുവശത്തുണ്ടായിരുന്ന അഭിഷേക് ശർമ്മയും ബാറ്റിങ്ങിൽ അല്ലെങ്കിൽ വെടിക്കെട്ടിൽ ഒട്ടും പിന്നോട്ട് പോയില്ല എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. 12 പന്തിൽ നിന്ന് 46 റൺസ് എടുത്തിട്ടാണ് അഭിഷേക് ശർമ്മ ഇന്നലെ പുറത്താകുന്നത്. ഇരുവരും ചേർന്ന് ആദ്യ വിക്കറ്റിൽ പടുത്തുയർത്തിയത് 131 റൺസിൻ്റെ ഒരു കൂറ്റൻ സ്കോറാണ്. ഇതിൽ ശ്രദ്ധേയം 6.2 ഓവറിലാണ് ഈ ഒരു 131 റൺസ് രണ്ടുപേരും ഒന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് എന്നതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധേയകരമായ കാര്യം തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ട് ബാറ്റിങ്ങിലേക്ക് വന്നാൽ നമ്മൾ വലിയ അടികൾ പ്രതീക്ഷിച്ചത് ഇന്നലെ ഹെൻറിച്ച് ക്ലാസൻ്റെയും ഒപ്പം തന്നെ ഏഡൻ മർക്രത്തിൻ്റെയും ബാറ്റിൽ നിന്നായിരുന്നു. എന്നാൽ ഇരുവരുടെയും ബാറ്റിൽ നിന്ന് കാര്യമായ ഒരു റൺസ് പിറന്നില്ല. മർക്രം 1 റൺസും ക്ലാസൻ 15 റൺസും എടുത്താണ് പുറത്തായത്. എന്നാൽ സ്കോറിങ്ങിലെ ആ ഒരു വേഗത്തിൽ സൺറൈസേഴ്സ് ഒട്ടും കുറവ് വരുത്തിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ പിന്നീട് വന്ന നിതീഷ് കുമാർ റെഡ്ഡി 27 പന്തിൽ നിന്ന് 37 റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി സ്വന്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഷഹബാസ് അഹമ്മദിൻ്റെ ഒരു പ്രകടനം, 29 പന്തിൽ നിന്നും 59 റൺസാണ് ഷഹബാസ് അഹമ്മദ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ അത് തന്നെയാണ് ശ്രദ്ധേയകരമായ കാര്യം. ഈ ബാറ്റിങ്ങിൽ ഇറങ്ങിയ താരങ്ങളൊക്കെ തന്നെ വെടിക്കെട്ട് തീർക്കുന്ന ഒരു കാഴ്ച. തുടർച്ചയായി 250 മുകളിൽ സ്കോർ ചെയ്യുന്ന സൺറൈസേഴ്സിൻ്റെ ആ ഒരു ബാറ്റിംഗ് മികവ് എടുത്തു പറയേണ്ടതാണ്. ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് വലിയ സ്കോർ സമ്മാനിച്ചത് ഇത് തന്നെയാണ്. മറുവശത്തേക്ക് ഡൽഹിയുടെ കാര്യത്തിലേക്ക്, ഡൽഹിയുടെ ബൗളർമാരെല്ലാം 10 റൺസിന് മുകളിൽ എക്കോണമിയിലാണ് പന്തെറിഞ്ഞത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് അക്ഷർ പട്ടേലിൻ്റെ പ്രകടനമാണ്. അദ്ദേഹം മാത്രമാണ് ഡൽഹിയുടെ ബൗളിങ്ങിൽ 10 റൺസിൽ താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം 24 പന്തിൽ നിന്ന് 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 266 പോലെ ഒരു വലിയ സ്കോറിലേക്ക് ടീം നീങ്ങിയപ്പോൾ മറുവശത്ത് അദ്ദേഹം കൊടുത്തത് 29 റൺസ്, 4 ഓവർ 29 റൺസ് മാത്രമാണ്. ബാക്കിയുള്ള താരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ അടി വാങ്ങി കൂട്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായി. ഖലീൽ അഹമ്മദ് ആയിക്കോട്ടെ, ലളിത് യാദവ്, നോർക്കെ, കുൽദീപ്, മുകേഷ് കുമാർ എല്ലാവരും 10 എക്കോണമിക്ക് മുകളിലാണ് ഇന്നലെ പന്തെറിഞ്ഞത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇനി ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഡൽഹിയും മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. കാരണം 267 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിയുടെ ഇന്നിങ്സ് 199 അവസാനിക്കുന്നത്. അതിന് ശരിക്കും അടിത്തറ പാകിയത് പൃഥ്വി ഷോ തന്നെയാണ്. ആദ്യ ഓവറിൽ 4 ബൗണ്ടറികൾ നേടിയാണ് പൃഥ്വി ഷോ ബാറ്റിംഗ്, അതായത് ഡൽഹിയുടെ ഇന്നിങ്സ് ആരംഭിച്ചത് തന്നെ. എന്നാൽ 5-ാം പന്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് മുന്നിൽ 5-ാം പന്തിൽ പൃഥ്വി ഷോ കുടുങ്ങുകയായിരുന്നു. 5 പന്തിൽ നിന്നും 16 റൺസ് എടുത്ത് പൃഥ്വി ഷോ മടങ്ങി. ഡൽഹിയെ നിരാശ സമ്മാനിച്ച് തൊട്ടടുത്ത് തന്നെ 1 റൺസുമായി ഡേവിഡ് വാർണറും മടങ്ങുന്നൊരു കാഴ്ച. എന്നാൽ അവിടെ നിന്ന് ഡൽഹി കുതിച്ചുവരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ജേക്ക് ഫ്രേസർ മക്ഗർഗ് എന്ന യുവതാരം, ഓസീസിൻ്റെ യുവതാരം, നമ്മൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനം ഇന്നലെ കാണാൻ സാധിച്ചു. 18 പന്തിൽ നിന്നും 65 റൺസ് നേടിയാണ് താരം പുറത്താവുന്നത്.
അതിനൊപ്പം തന്നെ അഭിഷേക് പോറലും 22 പന്തിൽ നിന്നും 42 റൺസ് എടുത്ത് പുറത്തായി. ഈ രണ്ട് താരങ്ങൾ ക്രീസിലുണ്ടായിരുന്ന സമയത്ത് ഡൽഹിക്ക് ഒരു ഘട്ടത്തിൽ വിജയിക്കും എന്ന തോന്നൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ വിക്കറ്റുകൾ പോയതോടുകൂടി ഡൽഹി ഒരു സൈഡിൽ നിന്ന് തകരുകയായിരുന്നു. എന്നാൽ വലിയൊരു തകർച്ചയിലേക്ക് പോകാതെ ഒരു വശത്ത് നങ്കൂരമിട്ട നായകൻ ഋഷഭ് പന്ത് 35 പന്തിൽ നിന്ന് 44 റൺസുമായി നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു. എന്തായാലും ഇന്നലത്തെ ഒരു മത്സരം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം. 67 റൺസിൻ്റെ ഒരു വലിയ വിജയം തന്നെ സൺറൈസേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചു. രോഹിണി. അതെ നിഖിൽ, അതോടൊപ്പം ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇറങ്ങുന്നു. കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണല്ലോ RCBയുടെ എതിരാളികൾ. എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്ന് ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. കാരണം ആർ സി ബിക്ക് ഒരു തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ അവസാനം കളിച്ച മത്സരങ്ങളിലെല്ലാം തോൽവി വാങ്ങേണ്ടി വന്നൊരു ടീമാണ്. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ ഒരു ടീമാണ് RCB. അവർക്കൊരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാൻ ഉറച്ചാവും ഇന്ന് ഫാഫ് ഡുപ്ലസും വിരാട് കോഹ്ലിയും അടങ്ങുന്ന ആ ഒരു ബംഗളൂരു നിര ഇറങ്ങുന്നത്. എന്നാൽ ബംഗളൂരുവിന് ഏറ്റവും വലിയ തലവേദന ബാറ്റിങ്ങിൽ അവർ വളരെ സ്ട്രോങ് ആണ്. കാരണം വിരാട് കോഹ്ലി മികച്ച ഫോമിലുണ്ട്, ദിനേശ് കാർത്തിക് ഫോമിലുണ്ട്, ഡുപ്ലസി ഫോമിലുണ്ട്. അത് ബാറ്റിങ്ങിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, മികച്ച ഫോമിലാണുള്ളത്. എന്നാൽ അവരുടെ ബൗളിങ്ങിലേക്ക് വന്നാൽ ബൗളർമാരെല്ലാം വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ സ്ഥിരതയില്ലാത്ത ബൗളിംഗ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തലവേദന. കൊൽക്കത്തയിലേക്ക് വന്നാൽ കൊൽക്കത്ത താരങ്ങളൊക്കെ മികച്ച ഫോമിലാണുള്ളത്. സുനിൽ നരേൻ അടക്കമുള്ളവർ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ബാറ്റിങ്ങിൽ ഏറ്റവും വലിയ സ്കോർ നേടിയത് 6 മത്സരത്തിൽ 276 റൺസ് എന്ന് അവരുടെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ളത് സുനിൽ നരേനാണ്. അതുപോലെ ഫിൽ സാൾട്ടും ശ്രേയസ് അയ്യരും ഒക്കെ മികച്ച ഫോമിലുള്ളത് കൊൽക്കത്തയെ സംബന്ധിച്ച് വളരെ അധികം അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. രോഹിണി. ശരി, IPL വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ കുമാർ.